മുകേഷ് സിനിമാ നടനാണ്. അപ്പോൾ ഈ സിനിമാ നടനെ കാണാൻ ആൾക്കാർ തിരക്ക് കൂട്ടുന്നത് പതിവാണ്. പക്ഷേ ഇപ്പോൾ CPM പറയുന്നത് ഇനി CPMന്റെ വേദിയിലൊന്നും മുകേഷ് MLA വരണ്ടെന്നാണ്. ആ തീരുമാനം എങ്ങനെയായിരിക്കും? സിനിമാ നടൻ മാത്രമല്ലല്ലോ, രാഷ്ട്രീയക്കാരന് MLA, അതും കൊല്ലത്ത് 2 തവണ, 2016-ലും 2021-ലും PK ഗുരുദാസനെ അട്ടിമറിച്ചാണ് മുകേഷ് അവിടെ 2016 മത്സരിക്കുന്നത്. അത് ഈ കൊല്ലത്തെ കോൺഗ്രസ്സുകാരന്മാർ കഴിവുകെട്ടവന്മാരാണ്. അവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവിടെ മുകേഷ് ജയിച്ച് കയറിപ്പോയത്. ഇല്ലെങ്കിൽ ജയിക്കത്തില്ല. മുകേഷിന് ഈ സിനിമാ പരിവേഷമൊക്കെ ഉണ്ടെങ്കിലും കൊല്ലത്തുകാർക്ക് നന്നായിട്ട് മുകേഷിനെയും മുകേഷിൻ്റെ സ്വഭാവം അറിയാം. ഇവർ നാടക കലാകാരന്മാരുടെ ഒരു കുടുംബമാണ് ഇവരുടേത്. O മാധവൻ വളരെ പ്രഗത്ഭനായ നാടക നടനല്ലേ, O മാധവൻ്റെ മകനല്ലേ ഇദ്ദേഹം. CPI പാരമ്പര്യമൊക്കെയാണ് പറയുന്നത്. വലിയ അഹങ്കാരത്തോടു കൂടി നിന്ന് പറയും മുകേഷ്. പക്ഷേ കയ്യിലിരിപ്പൊക്കെ വേറെയാണ്, അത് വേറെ കാര്യം. 21 വന്നപ്പോൾ നമുക്കറിയാം, ഈ തീരദേശത്ത് ചെന്നപ്പം അവിടുത്തെ സ്ത്രീജനങ്ങൾ ചൂലും കെട്ടെടുത്തതാണ്. അവിടെ ഒരു കാര്യത്തിന് കിട്ടുന്നില്ലെന്നേ. ഇപ്പൊ കോൺഗ്രസിന് ഒരു മുഖം വയ്ക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് അവിടെ ഈ ബിന്ദു കൃഷ്ണയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചുമ്മാ അത് തമ്മിലടിയും ഒക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മുകേഷ് ജയിച്ചത്. 2021 മുകേഷിൻ്റെ ഭൂരിപക്ഷം എത്രയായിരുന്നു? 2000-3000 ഇടയ്ക്ക് മാത്രമാണ്. കൊല്ലത്തുകാർക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് തലേ കൈവച്ച് വിളിച്ചവരാണ്. അവർക്കിപ്പോൾ MLA ആരാണെന്ന് ചോദിച്ചാൽ അവർ മുകേഷിൻ്റെ പേര് പറയത്തില്ല. ഞങ്ങൾക്ക് MLA ഇല്ലെന്നേ പറയത്തുള്ളൂ. എന്നിട്ട് ഇതും പോരാഞ്ഞിട്ടാണ് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലില്ലേ, അവിടെ മത്സരിക്കാൻ ഇറക്കി നിർത്തി. അത് ആർക്കെതിരെ? പ്രേമചന്ദ്രനെതിരെ. അപ്പോൾ പിണറായി എന്താ അങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാലേ, തോൽക്ക ഒരാൾ കണ്ട് കൊല്ലത്ത് പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നന്നായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ചാവേറ് വേണം, അതിനാണ് കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്തത്. ഈ പൊങ്ങനാണെങ്കിൽ അതും കേട്ടങ്ങ് ചാടി ഇറങ്ങുകയും ചെയ്തു. സിനിമാക്കാരനാണ്. ഈ സുരേഷ് ഗോപിയെ പോലെ പലതും ആഗ്രഹിച്ചിങ്ങനെ നടക്കുന്ന കുറേ സിനിമാക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് ചാടി ഇറങ്ങുകയും ചെയ്തു. ഇപ്പം നമ്മൾ 2016 മുകേഷ് ജയിച്ച അസംബ്ലിയിൽ വന്നു. അസംബ്ലിയിൽ നമുക്ക് വിവരാവകാശം അനുസരിച്ചുള്ള കാര്യം എടുക്കണം. എന്നിട്ട് മുകേഷ് എത്ര ദിവസം അസംബ്ലിയിൽ ഹാജരായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പോകാറില്ല. കാര്യം എന്താ? ഷൂട്ടിങ്ങിനും മറ്റും പോകും. പിണറായിയുടെ നിന്ന് അനുമതി വാങ്ങിച്ചു എന്നും പറയുന്നുണ്ട്. എന്നാൽ 2021 മാറ്റണ്ടേ അവിടെ നിന്ന്? അത് ചെയ്തില്ല. അല്ല, ഈ ജില്ലാ സമ്മേളനങ്ങൾ വരുമ്പോൾ ഈ മുകേഷിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ പാർട്ടി അത് പരിഗണിക്കുന്നില്ലെന്ന്. ഇപ്പം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവിടുത്തെ കമ്മിറ്റി ശക്തമായ എതിർപ്പ് പറഞ്ഞതല്ലേ, എന്നിട്ടും കൊണ്ട് നിർത്തിയതല്ലേ. ജയിക്കില്ല എന്നറിയാം. CPMന്റെ ആര് നിന്നാലും ജയിക്കത്തില്ല. പക്ഷേ എന്നാലും അവിടെ MA ബേബി ഒരു പരാജയപ്പെട്ട ഒരു സീറ്റാണ്. MA ബേബിയെ പരാജയപ്പെടുത്തിയതും ആരാന്ന് നമുക്കറിയാം അല്ലേ. പരനാറി പ്രയോഗം നമുക്ക് വളരെ അറിയാവുന്നതാണ്. ഈ ചിന്താ ജയറാമിൻ്റെ പേര് വരെ പറഞ്ഞു. ഇതിലും ഭേദം ചിന്താ ജയറാമായിരുന്നു. ആരായാലും കണക്കാണ്. പ്രേമചന്ദ്രൻ അവിടെ ഒരു കുത്തക ആക്കി മാറ്റിയിരിക്കുകയാണ്. അത് പ്രേമചന്ദ്രൻ്റെ കഴിവ്. കോൺഗ്രസിനോട് അനുഭാവമില്ല. ഞാനും അവിടുത്തെ ഒരു ഓർഡറാണ്, ഞാനും പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തു. അതാണ് പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത്. പ്രേമചന്ദ്രൻ്റെ ആ സമയത്തുള്ള ഗ്ലാമറൊക്കെ അങ്ങ് കൂടിയില്ലേ. ആയിട്ട് മോദി വിളിക്കുന്നു, സംസാരിക്കുന്നു, അതൊക്കെ നോക്കി CPM എടുത്തിട്ട് കുളയാൻ നോക്കി. ഇപ്പൊ കോൺഗ്രസ് അദ്ദേഹം UDF വിട്ട് BJPയിലേക്ക് പോകുമെന്ന വലിയ പ്രചരണമാണ് നടത്തിയത്. അതൊക്കെ ആവശ്യമില്ലാത്ത ഈ ഇപ്പം പ്രേമചന്ദ്രനും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും കഴിഞ്ഞ് അതിന് അടുത്ത ദിവസം പാർലമെന്റിൽ ചെന്നപ്പോൾ തന്നെ പ്രേമചന്ദ്രന് പ്രസംഗിക്കാനുള്ള അവസരം വന്നപ്പം മോദിക്കെതിരെയും ഭരണത്തിനെതിരെയുമായിട്ട് ശക്തമായിട്ട് സംസാരിച്ചതാണ്. അതൊക്കെ ഇവരിന്ന് കാണുന്നില്ലേ. അപ്പോൾ ഇവിടെ മുകേഷിന് ഇപ്പോൾ പാർട്ടി വേദികളിൽ നിന്ന് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ച് വരികയാണ്. സംസ്ഥാന സമ്മേളനം ഇക്കുറി കൊല്ലത്താണ്. അപ്പോൾ സ്ഥലം MLA സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ. മുകേഷിനെ ആ വഴിക്ക് കണ്ടുകൂടാം, കയറ്റാൻ പാടില്ലെന്ന് നാണക്കേടുണ്ടാക്കും. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ വെട്ടിലായത് പ്രധാനി എന്ന് പറയുന്നത് ഇപ്പം സിദ്ദിഖ് കഴിഞ്ഞാൽ മുകേഷാണ്. ഇടയ്ക്ക് ജാമ്യമൊക്കെ എടുത്ത് നിന്നു, മുൻകൂർ ജാമ്യമായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തു. അല്ല, പാർട്ടി അണികളിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ മുകേഷ് MLA സ്ഥാനം രാജിവെക്കുമെന്ന്.
പിന്നെ അത് വലതുപക്ഷത്തിന്റെ ചില കോവളത്ത് വിൽസന്റെ MLA രാജിവെച്ചില്ല, അങ്ങനെ പല ന്യായങ്ങൾ നിരത്തിയാണ്. അതുപോലെ വേറൊരു MLA ഉണ്ടല്ലോ, എന്തോ ഈ മൂവാറ്റുപുഴ ആ സൈഡിലുള്ള ഒരു MLA ഉണ്ട്, കോൺഗ്രസ് MLA. കോൺഗ്രസ് MLA. അത് ഒരു സ്ത്രീപീഡന കേസിൽ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ രാജിവെക്കണമെന്നുള്ള ആവശ്യം അന്ന് CPM ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല. കാരണം എല്ലായിടത്തും ഇവരൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. പക്ഷേ മുകേഷിനെ അല്ല, അത് കൊല്ലം പോലൊരു പാർട്ടിക്ക് ശക്തിയുള്ള കേന്ദ്രത്തിൽ എത്ര നാൾ പാർട്ടി പരിപാടികളിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്താൻ കഴിയും? അദ്ദേഹം ഒരു എന്തെല്ലാം പറഞ്ഞാലും അദ്ദേഹം ഒരു MLA ആണ്, അതോടൊപ്പം ഒരു സിനിമാ നടനാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ പാർട്ടി സമ്മേളനത്തിൽ കൊണ്ടുവന്നാൽ, മുകേഷിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ഇമേജിന് ബാധിക്കും നന്നായിട്ട്. ഒന്നാമത് മുകേഷിൻ്റെ അസാന്നിധ്യവും അവിടെ ചർച്ചയാവും. കാരണം കൊല്ലത്താണിത് നടക്കുന്നത്. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമാകും. എന്തായാലും മുകേഷിന് ഇനി അങ്ങോട്ട് രാഷ്ട്രീയമില്ല. മുകേഷിന് ഒന്നും സീറ്റ് കൊടുക്കത്തില്ല. 26 വേറെ അവിടെ ആളിനെ നിർത്തുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിർത്തിയത് ഇതുകൊണ്ടാണ്. അവിടെ മത്സരിക്കാൻ വേറെ ആരും ഇല്ല. ആരും പ്രേമചന്ദ്രനോടൊപ്പം നിന്ന് കിടപിടിക്കത്തക്ക ഒരു CPM നേതാവിനെ കൊണ്ടുവരണ്ടേ? അതിന് സാധിച്ചില്ല. ഇപ്പോൾ 21 തന്നെ മത്സരിക്കാൻ ഇറക്കിയതിലും പാർട്ടിക്ക് വലിയ അതൃപ്തിയുണ്ട്. ഇപ്പോൾ പാർട്ടിക്ക് ഒരു നിലപാട് നേരത്തെ എടുക്കാമായിരുന്നു. മുകേഷും MLA സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെടുമായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ട് മുകേഷ് രാജിവെച്ചു എന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉപതെരഞ്ഞെടുപ്പിൽ പോകും. ഉപതെരഞ്ഞെടുപ്പിൽ പോയാൽ കൊല്ലം കിട്ടില്ല, ഉറപ്പാണ്. കാരണം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലതല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ CPMന് നഷ്ടമുണ്ടാക്കും. അത് പിണറായി വിജയൻ കണക്ക് കൂട്ടിയെന്നുള്ളതാണ്. പിണറായി വിജയനാണല്ലോ കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നത്, അല്ലാതെ MV ഗോവിന്ദനാണോ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഇവിടെ ഈ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ ഇവിടെ പല സ്ഥാനങ്ങളിൽ നിന്ന് CPMയുടെ ആൾക്കാർ രാജിവെക്കണമായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണ്ടായിരുന്നു. പിന്നെ CPMനകത്ത് തന്നെ ശശിമാരുണ്ടല്ലോ. ഈ ഉടൻ തന്നെ അടുത്ത വർഷം തന്നെ അവിടെ കൊല്ലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് ഇങ്ങനെയാണെങ്കിൽ നിലനിർത്താൻ കഴിയുമോ? കൊല്ലം സീറ്റ് പോകും എന്നുള്ളത് ഉറപ്പാണ്. എപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം, കേരളത്തിൽ LDF ഭരണം വരുമ്പോൾ കൊല്ലവും തിരുവനന്തപുരവും അടങ്കൽ LDFനോടൊപ്പമായിരിക്കും. ഈ കൊല്ലവും തിരുവനന്തപുരമാണ് എപ്പോഴും LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളും പിടിച്ചു നിർത്തുന്നതും. UDFനാണെന്നുണ്ടെങ്കിൽ ഈ കേരളം മുഴുവൻ LDF എടുത്തുകൊണ്ട് പോയാലും UDFനൊരു പച്ചത്തുരുത്തായി എറണാകുളം നിൽക്കും. ഇങ്ങനെ ചില കോട്ടകളുണ്ട്. അപ്പോൾ എന്തായാലും കൊല്ലം പോകുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഒന്ന്, ഈ മുകേഷ് അവിടെ ഒരു കാര്യത്തിന് കിട്ടുന്നില്ല. ഒരു MLA എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ കാര്യങ്ങൾക്ക് കിട്ടണ്ടേ? നമ്മളെ അദ്ദേഹത്തിന്റെ എത്രയോ പിന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഫോണിൽ കോൺഗ്രസ് ഇദ്ദേഹത്തിന്റെ പടം വെച്ച് പലതവണ കാണാനില്ല അതെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടുന്ന് ഒരു കുട്ടിയെ കാണാതായി. പിന്നീട് ആശ്രാമം മൈതാനത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുള്ളതാണ്. ഒരു കാര്യത്തിന് അദ്ദേഹം MLA കണ്ടുകിട്ടി എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ അവിടെ കണ്ടുകിട്ടാറില്ല ജനത്തിന്. ഒരു കാര്യം നടക്കുന്നില്ല. MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്കറിയാം. അത് രാഷ്ട്രീയക്കാരെയൊക്കെ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഒരു പ്രശ്നം വരുമ്പോൾ അവരവിടെ എത്തിയിരിക്കുന്നു. റോഡ് ടാർ ചെയ്തിട്ടില്ല, അല്ലെ ഒരു പോസ്റ്റ് മറിഞ്ഞു വീണു, കറണ്ടില്ല 3 ദിവസമായിട്ടെന്നൊക്കെ പറഞ്ഞാൽ MLAയുടെ ഒരു ഇടപെടലുണ്ടാവും. ഇവിടെ എന്തിടപെടൽ? ഈ പലരും ഫോൺ വിളിച്ച് പരാതി പെട്ടിട്ടില്ലേ? അപ്പോഴെങ്കിൽ അവരോട് എന്താ ചെയ്യുന്നത്? ചീത്ത വിളിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോടാ, നീയൊക്കെയാണോ MLA ആണോ എന്നൊക്കെ ചോദിച്ച് വലിയ വിളിയല്ലായിരുന്നു. അപ്പം മുകേഷിനെ ഇപ്പോൾ ഈ പാർട്ടിയുടെ ഈ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. അതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് എല്ലാത്തിൽ നിന്നും മുകേഷിനെ പുറത്താക്കും.